സദസ്സിന് വന്ദനം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ട് പണ്ട് ഒരിടത്ത് ഒരമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോകുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വിളിച്ചാൽ മാത്രം നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണ് വിളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? അപ്പോൾ അമ്മയാട് മറുപടി പറഞ്ഞു, ഞാൻ വന്ന് ഈ പാട്ട് പാടാം, എന്നാൽ മാത്രം നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് അമ്മയാട് ഈ പാട്ട് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷാ എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാ ജനനിയെ ഉള്ളിൽ കടത്തുവിൻ. എന്നിട്ട് അമ്മയാട് തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ച് സാക്ഷിയിട്ടു. അമ്മയോട് പറയുന്നതെല്ലാം കേട്ട് വീടിനടുത്തുള്ള വലിയ ഞാവൽ മരത്തിന്റെ താഴെ ഇരുന്ന് ഒരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കൻ വന്നീ പാട്ടുപാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷാ എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാ ജനനിയെ ഉള്ളിൽ കടത്തുവിൻ. കുഞ്ഞുങ്ങൾ സാക്ഷി നീക്കി വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറിയോടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് ദൂരേക്ക് ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയാട് കൈ നിറയെ പലഹാരങ്ങളുമായി തിരിച്ചെത്തി. എന്നിട്ട് ഈ പാട്ട് പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷാ എടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാ ജനനിയെ ഉള്ളിൽ കടത്തുവിൻ. വാതിൽ തുറക്കുന്നില്ല. അമ്മയാട് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു. അമ്മയാട് അവിടെ കുറുക്കൻ്റെ കാൽപ്പാടുകൾ കണ്ടു. കാരണം ഞാവൽ മരത്തിൻ്റെ താഴെ നിറയെ ചെളിയാണ്. ആ ചെളിയിൽ ചവിട്ടിയാണ് കുറുക്കൻ അകത്ത് കയറിയത്. അതുകൊണ്ട് കുറുക്കൻ്റെ കാൽപ്പാടുകൾ നിലത്ത് പതിഞ്ഞിരുന്നു. അമ്മയാട് കാൽപ്പാടുകൾ പിന്തുടർന്ന് കുറുക്കൻ ഇരിക്കുന്ന സ്ഥലത്തെത്തി. അമ്മയാടിനെ കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി. അമ്മയാട് ഓടിച്ചെന്ന് കുറുക്കൻ്റെ വായിൽ കുത്തി. കുറുക്കൻ്റെ വാൽ പൊളിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മയാടും കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഏതാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കളുണ്ടാകും. അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് നാം വളരണം. നന്ദി.